ഗായ്സ്, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ സോറി പറയാം. നിങ്ങളിപ്പോ നോട്ടീസ് ചെയ്ത പോലെ തന്നെ ഈ മൈക്കില്ലേ, ഇത് ബേസിക്കലി വർക്ക് ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഇതിന്റെ ഫോൾട്ട് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ ക്യാമറ ആയിട്ട് സർവീസ് സെന്ററിൽ പോയി. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ക്യാമറയിലേക്ക് ഈ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് സിങ്ക് ആവുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് എന്തായാലും അടിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ എക്സ്റ്റേണൽ മൈക്ക് ക്യാമറ എടുക്കാത്തത്. നമ്മൾ പറയുന്നതെല്ലാം ക്യാമറയുടെ ഇൻബിൽട്ട് മൈക്കിലൂടെയാണ് ഇപ്പൊ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓഡിയോ ക്വാളിറ്റി ഇത്രയും മോശം. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറെ അവധികളായിരുന്നല്ലോ, ഈസ്റ്റർ, അതുപോലെ ദുഃഖവെള്ളി, പെസഹ വ്യാഴം. അതെല്ലാം കൊണ്ട് തന്നെ അവർക്ക് പാർട്സ് ഓർഡർ ചെയ്ത് എത്തിക്കാനുള്ള പോസിബിലിറ്റി ഇല്ലായിരുന്നു. ഈ ഒരു ആഴ്ച, ഈ 2-3 ദിവസത്തിനുള്ളിൽ അത് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അടുത്ത 1-2 വീഡിയോസും നമ്മൾ ഈ ഒരു ക്വാളിറ്റിയിലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ മത്സരത്തിന്റെ പോസ്റ്റ് മാച്ച് വീഡിയോ ഏകദേശം 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. എന്തായാലും ആ ഒരു പോളിൽ നിങ്ങൾ കുറെ പേര് വോട്ട് ചെയ്തു ഈ വീഡിയോ വൈകിയാണെങ്കിലും ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഈ ദിവസം, ഇത് ബുധനാഴ്ചയാണ്, ബുധനാഴ്ച ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു ഓഡിയോ പ്രശ്നവും ആരോഗ്യ പ്രശ്നവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ISL മത്സരങ്ങൾ കവർ ചെയ്യാനുള്ള സാധ്യതയില്ല. അതിനുശേഷം അടുത്ത ആഴ്ച എല്ലാ കാര്യങ്ങളും സെറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ എല്ലാ ISL മത്സരവും കവർ ചെയ്യാൻ ശ്രമിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് തോൽവിയാണ്. അങ്ങനെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ നമ്മൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ 2 ക്ലബ്ബാണ് നമ്മുടെ മെയിൻ കമ്പറ്റീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് റെലഗേഷൻ എന്ന് സംസാരിച്ചിരുന്നു. അതിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആയിട്ട് നമ്മൾ തോറ്റിരിക്കുകയാണ്. എന്തായാലും ഈ സീസൺ പഠിക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളിലേക്ക് ഒട്ടും വൈകാതെ കിടക്കാം. ഈ സാധനം വർക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ ത്രൂ ഔട്ട് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതിലും വലിയ പോയിന്റ് ഒന്നുമില്ല. എന്തായാലും ചുമ്മാ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മത്സരത്തില് നമുക്കൊരു ഒരു ക്ലിയർ പിക്ചർ കിട്ടിയത് എന്താന്ന് വെച്ചാൽ, എങ്ങനെ ഒരു ക്ലബിനെ റൺ ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് മനസ്സിലായി. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി അവരുടെ ആദ്യത്തെ ISL സീസൺ ആണ് കളിക്കുന്നത്. ആ സ്റ്റേഡിയത്തില് ഞായറാഴ്ച നമുക്കെതിരെയുള്ള മത്സരം കാണാൻ 8,000-ലധികം ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഡൽഹി പോലത്തെ ഒരു സ്ഥലത്താണ് ഇത്രയും ആൾക്കാർ സ്റ്റേഡിയത്തിൽ വന്നൊരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ നാട്ടിൽ കളിച്ചിരിക്കുന്ന എല്ലാ ISL ക്ലബ്ബുകളും ആ സ്റ്റേഡിയത്തിൽ ഒരു 1000-2000 പേരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു മണ്ണാണ്. അവിടെയാണ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി എന്ന ടീം 8,000 ആൾക്കാരെ ആക്ച്വലി ആ സ്റ്റേഡിയത്തിൽ നിറച്ചത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ക്ലബിൽ കുറെ പേര് കുറെ ന്യായീകരണങ്ങൾ കൊണ്ട് വരുന്നുണ്ടല്ലോ. ഇത് അൺസർട്ടൺ സീസൺ ആണ്, മറ്റേതാണ്, മറിച്ചതാണ്, സ്പോൺസർഷിപ്പിന്റെ പകുതിയുടെ പകുതി നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെ എന്തൊക്കെ ഡയലോഗുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഡൽഹിയുടെ ഒരു ബോർഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനേജ്മെന്റ് ഇങ്ങനത്തെ ഒരു ലേസി എക്സ്ക്യൂസിൽ വേണമെങ്കിൽ അവർക്ക് ഈ സീസൺ എഴുതിത്തള്ളായിരുന്നു. അവരിൽ നിന്ന് എന്ത് എക്സ്പെക്ടേഷൻ ആണുള്ളത്? ഫാൻസ് ഇല്ല. ആ ഒരു സംഭവം അവർ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യണം. പുതിയൊരു ടീമാണ്. പിച്ചിലും ബിഹൈൻഡ് ദ സീൻസിലും അവർക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മുടെ മാനേജ്മെന്റിനെ പോലെ എക്സ്ക്യൂസുകളാണ് അവർ നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഈ സീസൺ അവർക്ക് വളരെ നിസ്സാരമായിട്ട് എഴുതിത്തള്ളായിരുന്നു ഈ എക്സ്ക്യൂസസുകൾ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവർ നല്ലോണം റിക്രൂട്ട് ചെയ്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ അവർ നമ്മുടെ ടീമിൽ നിന്ന് 3 ടോപ്പ് ഇന്ത്യൻ താരങ്ങളെ സൈൻ ചെയ്തു. അത് മാത്രമല്ല, അവരുടെ ഫോറിൻ പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നമുക്കെതിരെ ഗോൾ അടിച്ച ബാബോവിച്ച്, അതുപോലെ തന്നെ ഹുഡു മിഡ്ഫീൽഡിൽ കളിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഐ ലീഗിൽ അത്യാവശ്യം, ആ ഒരു സൂപ്പർ കപ്പിലൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്ത പ്ലേയേഴ്സ് ആണ്. ഹുഡുവിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാബോവിച്ച് നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് ഐ ലീഗിൽ കളിക്കുന്ന പ്ലെയറാണ്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഇന്ത്യൻ മാർക്കറ്റിന് പറ്റിയ താരങ്ങളെ അവരവരുടെ ബഡ്ജറ്റ് വെച്ച് റിക്രൂട്ട് ചെയ്തു. ഈ ഒരു ജയത്തോടു കൂടി അവരൊരു പക്ഷേ റെലഗേഷൻ ബാറ്റിൽ നിന്ന് എസ്കേപ്പ് ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് ഒരു ക്ലബിനെ റൺ ചെയ്യേണ്ടത്. ഞാൻ ഡൽഹിയിലുള്ളവരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ ഓൺ ആക്കിയിരുന്നു. ഇങ്ങനെ ഒരു സീസൺ വരികയാണ്, ക്ലബ്ബ് റീബ്രാൻഡ് ചെയ്ത് ഇവിടെ വരുന്നു, അങ്ങനെ അവർ സോഷ്യൽ വിസിബിലിറ്റിക്കായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മത്സരങ്ങൾ തുടങ്ങിയ ശേഷവും അവർ ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് ഇത്ര ആൾക്കാരെ ആ സ്റ്റേഡിയത്തിൽ എത്തിച്ചത്. ന്യൂസ് പേപ്പറുകളിൽ ക്ലബിന്റെ ഫ്ലയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫാൻസിന് പ്ലേയേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരുപാട് സെഷനുകളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തു. ഒബ്വിയസ്ലി ഒരു പുതിയ ക്ലബ് ആകുമ്പോൾ ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലബ്ബ് എത്ര മോശം രീതിയിൽ കളിച്ചാലും 10,000-20,000 പേര് കണ്ണും പൂട്ടി വന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയവും ക്രൗഡും ഒക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്.
പക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ കാരണം ഇന്ന് എല്ലാ ഫാൻ ഗ്രൂപ്പുകളും ബോയ്ക്കോട്ട് വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മൂക്കും കുത്തി വീണിരിക്കുകയാണ്. ഇതാണ് ഈ പണിയോട് ആത്മാർത്ഥതയുള്ളവർ ചെയ്യുന്ന ജോലിയും ന്യായീകരണങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് പഴി പറഞ്ഞും ഡേർട്ടി പൊളിറ്റിക്സും കളിച്ച് ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയിൽ ഉറങ്ങിക്കിടന്ന ആ ഒരു ഫുട്ബോൾ കൾച്ചറിനെ വീണ്ടും ഉയർത്തും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മളാണെങ്കിലോ നമ്മുടെ ഏറ്റവും വലിയ മൂലധനമായ ഫാൻസിനെ സോഷ്യൽ മീഡിയയിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന അത്രയും തരം താഴ്ന്ന ഏർപ്പാടിലേക്ക് ഈ ക്ലബ്ബ് പോയി കഴിഞ്ഞു. ശരിക്കും ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഈ ക്ലബ്ബ് ഇവിടെ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ ഓരോ ആഴ്ച കഴിയുന്തോറും നമ്മൾ വീണ്ടും വീണ്ടും പല പല ലെവലിലേക്ക് ഇങ്ങനെ താഴ്ന്നു വരികയാണ്. അത് പെർഫോമൻസുകളുടെ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ക്ലബിൽ ഇരിക്കുന്ന പല ആൾക്കാരുടെയും പെരുമാറ്റം, അവരുടെ വർത്താനം, അവരുടെ സോഷ്യൽ മീഡിയയിലെ ഓരോ കൊണയടികള്, ഇതൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ മടുത്തു മനുഷ്യൻ. അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് വേറെ 1-2 കാര്യങ്ങളും കൂടെ പറയാം. അടുത്ത എനിക്ക് സംസാരിക്കാനുള്ളത് മിസ്റ്റർ ആഷ്ലി വെസ്റ്റ്വുഡിനോട് തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി ഏറ്റെടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇങ്ങനെ മുങ്ങുന്ന ഒരു കപ്പലിന്റെ ലീഡറായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില്ലറ ചങ്കൂറ്റൊന്നും പോരാ. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും അറിയാണ്ട് വെറുതെ ഒരു ലൈനപ്പ് പിക്ക് ചെയ്ത പോലെയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ച കളിക്കാരും ഒക്കെ തമ്മിൽ ഒരു കംപ്ലീറ്റ് മിസ്മാച്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഞാനൊരു ആരാധകന്റെ പെർസ്പെക്റ്റീവ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒബ്വിയസ്ലി കോച്ചിങ് ഡിസിഷൻസ് അതെപ്പോഴും കോച്ചിന്റെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇത്തിരിയും കൂടെ ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ടീമിനെ കുറിച്ച് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ കളി ഇത്രയും കണ്ടതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ കളിച്ചാൽ ഇത് വർക്കൗട്ട് ആവില്ലെന്ന്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് പുള്ളി ആ പരീക്ഷണത്തിന് മുതിർന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഈ ഒരു മത്സരം നമുക്കറിയാം, സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയും മുഹമ്മദനും ആണ് നമ്മുടെ 2 ശക്തരായ റെലഗേഷനിലുള്ള എതിരാളികൾ. ഇങ്ങനെ ഒരു ക്രൂഷ്യൽ മത്സരത്തിൽ എന്തിന് എബിൻദാസിനെ അച്സലിനെയും വലിച്ച് ആ ലൈനപ്പിലേക്ക് ജയിനെ കൊണ്ടുവന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജയൊക്കെ ഈ ഒരു സീസണിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്തൊരു പ്ലെയർ ആണ്. ആൻഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഇപ്പൊ ഡീരജിസ്റ്റേർഡ് ആയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അടുത്ത മത്സരം വെസ്റ്റ്വുഡിന്റെ പഴയ ടീമായ ബംഗളൂരു എഫ്സിക്കെതിരെ അങ്ങ് കൺതീരവ സ്റ്റേഡിയത്തിലാണ്. അവിടെ നമ്മൾ ഒരിക്കലും ജയിച്ചിട്ടില്ല. ഈ ശനിയാഴ്ചയും നമ്മൾ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബംഗളൂരു ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷ രാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒന്ന്, അവര് നല്ല കോൺഫിഡന്റ് ആയിട്ടായിരിക്കും ഈ മത്സരത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. 2, അവരുടെ പഴയ കോച്ച് തിരിച്ച് അവരെ സ്റ്റേഡിയത്തിൽ എത്തുന്ന ആ ഒരു മൊമെന്റ്. എന്തായാലും അതിനൊന്നും പോയി തലവെക്കാതിരിക്കുക. നിങ്ങളുടെ റിസ്കിൽ മാത്രം സ്റ്റേഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുക എന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. കാരണം ആസ് എ ട്രാവലിംഗ് ഫാൻ ഇതിലും ബെറ്റർ ആയിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെയുള്ള അനുഭവങ്ങൾ അത്ര നല്ലതായിരുന്നിട്ടുമില്ല. എന്തായാലും നിങ്ങളും വളരെ വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. വെറുതെ അവിടെ ഒന്നും പോയി തല വെക്കാതിരിക്കുക, ഏണിയൊന്നും പിടിക്കാതിരിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം ഞാൻ ഇത്രയധികം ഡിഫെൻഡ് ചെയ്തിട്ടുള്ളൊരു പ്ലെയർ ചിലപ്പോൾ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും ഐബാനിൽ നിന്നും ചില മിസ്റ്റേക്കുകൾ വന്നപ്പോഴോ അല്ലെങ്കിൽ ടീമിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റണ്ണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോഴോ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബെസ്റ്റ് 11ൽ ഐബാൻ കളിക്കണമെന്ന്. പക്ഷെ ഈ സീസണിലെ ഐബാന്റെ പെർഫോമൻസുകൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു മണ്ടനായോ എന്ന് ഇപ്പൊ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഐബാന് സംഭവിച്ചതെന്ന്. ഇത്രയും സില്ലി ആയിട്ടുള്ള എററുകൾ, ഇത്രയും സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ കാണുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റണ്ണ് ലഭിക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കളിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കൺസിസ്റ്റന്റ് റണ്ണ് കൊടുക്കാൻ സാധിക്കുക? നിങ്ങൾ 1-2 മത്സരങ്ങൾ തുടർച്ചയായിട്ട് കളിക്കുമ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു റെഡ് കാർഡ് മേടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യും. ഈ ഒരു കാര്യത്തിൽ ശരിക്കും ഐബാൻ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്നുള്ള പൂർണ്ണ ബോധം ഇപ്പൊ എനിക്ക് വന്നു തുടങ്ങി. ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ഡൽഹിയുടെ ആ ഗോള് വന്നത് ശരിക്കും അവിടെ ആ ഗോഗോ ഐബാനെ വളരെ വിദഗ്ധമായിട്ട് കബളിപ്പിച്ചുകൊണ്ടാണ് ഐബാനുള്ള ആ ഒരു പാസ് നൽകിയത്. ശരിക്കും ആസ് എ ഡിഫൻഡർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യണമായിരുന്നു. നമ്മളിപ്പോ പറയാറുണ്ട് പലപ്പോഴും പ്ലെയേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ സീസണിൽ നമ്മുടെ ആങ്കർ മൊത്തം മാനേജ്മെന്റിന്റെ നേരെ ആയിരിക്കണം. അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ആസ് എ പ്ലെയർ ഓൾസോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയർ എന്ന രീതിക്ക്, ഇത്രയും എക്സ്പെക്ടേഷനിൽ നമ്മൾ നമ്മുടെ ക്ലബിലേക്ക് കൊണ്ടുവന്ന പ്ലെയർ എന്ന രീതിക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു എഫേർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എഫേർട്ട്
എഫേർട്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചും കൂടി ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ സിറ്റുവേഷനുകളെ ഡീൽ ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഐബാനിൽ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ റെഡ് കാർഡിന്റെ സിറ്റുവേഷൻ ആണെങ്കിലും കംപ്ലീറ്റ്ലി അൺനെസസറി ആയിട്ട് അങ്ങനെ ഒരു പുള്ള് ചെയ്യുക എന്നുള്ളത് അത് ക്ലിയർ റെഡ് കാർഡാണ്. അത് ഐബാന് തന്നെ മനസ്സിലായി കാണും. ആ ഒരു പുള്ള് ചെയ്തപ്പോ തന്നെ പുള്ളിക്ക് തന്നെ മനസ്സിലായി കാണും എന്തായാലും റെഡ് കാർഡിനുള്ള ഒരു ഒഫൻസ് ആണെന്നുള്ളത്. ശരിക്കും ഫുട്ബോൾ ഇത്രയും വർഷങ്ങൾ കാണുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ ലാസ്റ്റ് മാൻ ആയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായാലും ഒരു റെഡ് കാർഡിൽ അവസാനിക്കും എന്നുള്ളത്. ഒരുപക്ഷെ അവിടെ ആ ഒരു ഗോള് തടയാനുള്ള ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നേക്കാം. പക്ഷെ കണ്ടില്ലേ, ആ ഒരു മൊമെന്റിൽ നമ്മൾ ആ ഒരു നീക്കം തടഞ്ഞെങ്കിലും പിന്നീട് നമ്മളൊരു ന്യൂമറിക്കൽ ഡിസഡ്വാൻറ്റേജിലേക്ക് പോയി. എന്നിട്ട് ഡൽഹി ആ ലീഡ് ഉയർത്തുകയും ചെയ്തു. ആൻഡ് ഓബിയസ്ലി നെക്സ്റ്റ് കളി ഇനി ഐബാന് കളിക്കാനും പറ്റില്ല. സോ കംപ്ലീറ്റ്ലി അൺനെസസറി ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ വീണ്ടും എപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ബെസ്റ്റ് റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് ഫുൾ ബാക്കിൽ കളിക്കാൻ പറ്റിയ പ്ലെയർ ഐബാൻ ആണെന്ന് ഞാൻ പല വീഡിയോകളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സീസണിലും ആക്ച്വലി ഈസ്റ്റ് ബംഗാളിനെതിരെ ആ മിസ്റ്റേക്ക് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ മിസ്റ്റേക്ക് വന്നെങ്കിലും ഞാൻ ഐബാനെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ വിശ്വാസം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, കാരണം ഞാൻ ഒരുപാട് നല്ലോണം സക്സീഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു പ്ലെയറാണ്. പക്ഷെ ഇങ്ങനത്തെ പെർഫോമൻസുകളാണ് ഐബാൻ പുറത്തെടുക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു റിപ്ലേസ്മെന്റ് വന്നേ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ നമ്മൾ എത്രമാത്രം ഹെർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പ്ലെയർ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്ന കീ പൊസിഷനിലേക്ക് വന്ന ഒരു പ്ലെയർ എന്ന സ്ഥിതിക്ക് ദിസ് ഇസ് നോട്ട് ഗുഡ് ഇനഫ്. ഐ തിങ്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഐബാന് പ്രൊഡ്യൂസ് ചെയ്യാനാവട്ടെ, എന്നല്ലാണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇനി അങ്ങനെ കണ്ണടച്ചൊന്നും ഐബാൻ തന്നെ മത്സരങ്ങളിൽ കളിക്കണമെന്ന് പറയില്ല. കാരണം ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ആസ് എൻ ആരാധകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ നേരത്തെ നമ്മുടെ ചീപ്പ് പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ, അതിനെക്കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഓൾറെഡി ഈ സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു എക്സിലൊരു ഫാൻ അബിക്കായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, റിപ്പോർട്ടഡ് കോൺവെർസേഷൻ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇട്ടതാണ്. ഞാൻ ആ യൂസറിന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ പുള്ളി എന്റെ മെസ്സേജ് ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഈ ഒരു തെളിവ്, ഒരു സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ക്ലബിന്റെ സിഇഒ എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു സ്ക്രീൻഷോട്ടിലൂടെ ഇവരുടെ മെന്റാലിറ്റി എന്താണെന്ന് വളരെ വ്യക്തമാണ്. മനസ്സിലായില്ലേ? നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവർ ആ മീറ്റിംഗ് നടന്ന സംഭവത്തിൽ പ്ലെയേഴ്സിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. ചില പ്ലെയേഴ്സ് ഇഞ്ചറി ഫേക്ക് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ. ശരിക്കും ഞാൻ പറഞ്ഞു, അപ്പൊ ഈ പ്ലെയേഴ്സ് ആരും ഒന്നൊന്നും പറയില്ല. അതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനാണ്. കാരണം ആരും ആ ഒരു ക്ലാരിറ്റി തന്നില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യം പുറത്തേക്ക് വന്നപ്പോ ഈ ഐമനും ഐസറും ഒരു ബെസ്റ്റ് താരങ്ങളാണോ എന്നുള്ളൊരു ചോദ്യം മറിച്ച് ചോദിച്ച ആ ഒരു സംഭവം പുറത്തേക്ക് വന്നപ്പോ ഒരു കാര്യം വ്യക്തമായി, ഇവരും പ്ലെയേഴ്സും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവര് മര്യാദക്കല്ല ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. കാരണം കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ഒന്ന് ആലോചിച്ചാൽ മതി, ഏതെങ്കിലും സിഇഒ ഇമാതിരി പരിപാടി കാണിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്രയ്ക്ക് അൺപ്രൊഫഷണൽ ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നിങ്ങളൊരു ജോലിക്ക് പോവുകയാണ്, നിങ്ങളുടെ മാനേജർ ഇതുപോലെ പെരുമാറും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? നമ്മൾ മര്യാദയ്ക്ക് പണിയെടുക്കും? ഇല്ല. ഈ ഒരു മെന്റാലിറ്റി ആണ്, ഈ ഒരു കൾച്ചറാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെലഗേറ്റ് ആവാൻ 100% ഡിസേർവ് ചെയ്യുന്നതെന്നേ ഞാൻ പറയുള്ളൂ. കുറച്ച് ചോദ്യങ്ങൾ സിഇഒ, സ്പോർട്ടിംഗ് ഡയറക്ടർ, ഓണർ അങ്ങനെയുള്ളവർക്കൊക്കെ എതിരായിട്ടൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ ഞാൻ വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷെ ഇനി അങ്ങോട്ട് ആ മാന്യതയുടെ അപ്രോച്ച് വേണോ വേണ്ടയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. കാരണം ഐമനെ അസറിനെയും പോലെ നമ്മുടെ ക്ലബിന് വേണ്ടി കട്ടയ്ക്ക് നിന്നിട്ടുള്ള, നമ്മുടെ ലിറ്ററലി നമ്മൾ വാർത്തെടുത്ത 2 പ്ലെയേഴ്സ്, അവരുടെ ലെവലിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇയാൾ ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇയാൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താണ് ചെയ്തിട്ടുള്ളത്? ഇയാൾ വർക്ക് ചെയ്ത ഹിസ്റ്ററി നമുക്കറിയാം. മനസ്സിലായില്ലേ? ഇയാൾ വേറെ ക്ലബ്ബുകളിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഇയാൾ സിഇഒ കസേരയിലേക്ക് എത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓണറിന്റെ ഡിസിഷൻ. അവൻ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നു, അതിൽ കൂടെ ഒക്കെ പോകുന്നു. പക്ഷെ അങ്ങനെ വന്നിരുന്നിട്ട് ഇമാതിരി വർത്താനം പറഞ്ഞതിനെ കുറിച്ച് 2 പറഞ്ഞില്ലെങ്കിൽ അത് മോശമായിപ്പോയി. എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? ഐമനെയും അസറിനെയും കുറിച്ച് ഇവരൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാറായോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കേണ്ട കാര്യം. ഐമനും അസറും അല്ല, ഏതൊരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലെയർ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ട് ഫാൻസിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി അൺപ്രൊഫഷണൽ ആണ്. എന്തായാലും ഐമൻ അടിച്ച ആ ഗോൾ ഉണ്ടല്ലോ,
അത് കൊള്ളേണ്ട അടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. ഇതിലും പരം വലിയ നാണക്കേട് നമ്മുടെ സിഇഒക്ക് വരാനുണ്ടോ? ഇങ്ങനെ ഒരു ലെവല് ക്വസ്റ്റ്യൻ ചെയ്ത പ്ലെയർ നമ്മുടെ സീസണിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗെയിംസിൽ നമുക്കെതിരെ ഗോൾ അടിച്ച് നമ്മൾ തോക്കുന്നു. ഡൽഹിയുടെ ഒട്ടുമിക്ക മത്സരങ്ങളും ഒരു മാച്ച് ഒഴിച്ച് ബാക്കി എല്ലാ മത്സരവും കണ്ട ആളാണ് ഞാൻ. എനിക്ക് 100% ഉറപ്പ് പറയാം, ഐമനും അസറും കളിച്ചിരിക്കുന്ന ലെവലില് നമ്മുടെ ടീമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സീസൺ ആരും കളിച്ചിട്ടില്ല. അവരെ വിട്ടുകളഞ്ഞതോ തെറ്റ്, എന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിച്ചത് അത് ശുദ്ധ പോകൃത്തരമാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മാഗ്നം ഔട്ട്. ഇത് അബിക്കിനെ പിടിച്ച് പുറത്തിരുത്തിക്കൊണ്ട് മാത്രം മാറാവുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഈ തീരുമാനങ്ങൾ എടുത്തവരും റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലബ്ബ് റെലഗേറ്റ് ആയാലും ഇല്ലെങ്കിലും മേ ബി നമ്മൾ മോഹൻബഗാനെ തോപ്പിച്ച് ബെയർലി സർവൈവ് ചെയ്തേക്കാം. പക്ഷെ അതാണോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് സെറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്? ആ ഒരു ചോദ്യം നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും ഈ അവസ്ഥയിലേക്ക് നമ്മളെ തള്ളി നീക്കിയ തീരുമാനങ്ങൾ എടുത്തവരും അതുപോലെ തന്നെ നമ്മുടെ ക്ലബിന് വേണ്ടി എല്ലാം നൽകി ഇവിടെ നിന്ന് വളർന്നു വന്ന പ്ലെയേഴ്സിന്റെ ലെവലിനെ ക്വസ്റ്റ്യൻ ചെയ്തവരും ആ ഡോർ വഴി പുറത്തേക്ക് പോവുക തന്നെ വേണം. എന്നാലേ ഈ ക്ലബ്ബ് രക്ഷപ്പെടുകയുള്ളൂ. ഇനിയെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കണം. അവസാനമായിട്ട് നമുക്ക് ആ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ഒരു സീസൺ നമ്മൾ റെലഗേറ്റ് ആവുമോ ഇല്ലയോ? അത് തന്നെയാണ് ഇനി അറിയാനുള്ളൂ. മെയ് 10 നമ്മൾ മോഹൻബഗാനെ നേരിടുന്നത്. മത്സരം കൊച്ചിയിലാണ്. പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മോഹൻബഗാന്റെ കഴിഞ്ഞ കളി, അതായത് അവരുടെ അവസാനത്തെ മത്സരം നിങ്ങൾ കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പഞ്ചാബിനെതിരെ അവർ ആക്ച്വലി ആ ഒരു മാച്ചിൽ ലീഡ് എടുത്തിരുന്നു. പഞ്ചാബ് ആ മത്സരത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ നേടിയ ആ ഒരു ഈക്വലൈസിംഗ് ഗോള് ആക്ച്വലി കുറച്ച് ഭാഗ്യം അവരെ തുണച്ചതാണ്. ശരിക്കും ഡാനി റമീറസിനെതിരെ ഒരു ഹാൻഡ് ബോളിനുള്ള അപ്പീല് മോഹൻബഗാൻ ഉയർത്തിയിരുന്നു. പക്ഷെ റഫറി അത് സ്പോട്ട് ചെയ്തില്ല. സ്പോട്ട് ചെയ്തെങ്കിൽ തന്നെ അതൊരു പെനാൽറ്റി ആയിട്ട് നൽകിയില്ല. ആൻഡ് ഇവൻച്വലി പഞ്ചാബ് ആ മത്സരം 2-1 ജയിച്ചു. പക്ഷെ ആ ഒരു മാച്ചിൽ മോഹൻബഗാൻ പ്രൂവ് ചെയ്തു അവർക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു സർപ്രൈസ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി അവരിൽ ഉണ്ടെന്ന്. നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സംഭവം ഇല്ലല്ലോ. എന്തായാലും ഈ ഒരു സ്ട്രെയിറ്റ് മത്സരം ഒരു സ്ട്രെയിറ്റ് ഷൂട്ട് ഔട്ട് ആയിരിക്കും. ഒരു കപ്പ് ഫൈനൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മോഹൻബഗാനും നമ്മൾ തമ്മിലുള്ള ആ ഒരു മത്സരം. ആ മത്സരം ആര് ജയിക്കുന്നോ അവര് ഈ ലീഗിൽ സേഫ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ പരിതാപകരം എന്നല്ലാതെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഇമാതിരി പെർഫോമൻസ് ആണ് നമ്മൾ മോഹൻബഗാനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവരെന്തായാലും ആ ഒരു മത്സരത്തിൽ നമുക്കൊരു വലിയ ഭീഷണിയാവും. ഒരുപക്ഷെ നമ്മളെ തോപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മോഹൻബഗാനെ സംബന്ധിച്ചിടത്തോളം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെല്ലാവരും എഴുതിത്തള്ളിയ ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രഷർ ടു പെർഫോമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് അങ്ങനെയല്ല. മോഹൻബഗാനായിട്ടുള്ള മത്സരം നമ്മുടെ സീസണിലെ സെക്കൻഡ് ലാസ്റ്റ് മാച്ച് ആയിരിക്കും. ആ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് ഉണ്ടാവാൻ പോകുന്ന പ്രഷർ അത് ചില്ലറയൊന്നുമല്ല. ഇപ്പൊ തന്നെ പുതിയൊരു കോച്ച് വരുന്നു, ബാക്ക് റൂം സ്റ്റാഫുകൾ വരുന്നു, പുതിയ കളിക്കാർ വരുന്നു. ഇതെല്ലാം കൂടെ സെറ്റായി അപ്പോൾ ഒരു റിസൾട്ട് കണ്ടുപിടിക്കാനാവുമോ എന്നുള്ളത് ഒരു വലിയ സംശയം തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ സെക്കൻഡ് ലാസ്റ്റ് മത്സരത്തിൽ മുഹമ്മദിനെ പോലെ ഒരു ടീമിനെതിരെ ഒരു റിസൾട്ട് നേടി ഈ ലീഗിൽ നമ്മൾ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും റെലഗേഷന് തുല്യമായ ഒരു അപമാനം തന്നെയാണ്. അല്ലാണ്ട് അതിനെ വല്ലാണ്ട് ഗ്ലോറിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. പൊരുതി റെലഗേഷൻ അവോയ്ഡ് ചെയ്തു എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഈ ക്ലബിന്റെ സ്റ്റാച്ചർ എന്താണ്, ഈ ക്ലബിൽ നിന്ന് നമ്മൾ എന്താണ് അറ്റ്ലീസ്റ്റ് എക്സ്പെക്ടേഷൻ വൈസ് പ്രതീക്ഷിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഫാൻ ബേസ് ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഈ ക്ലബിന് എന്താണ് കൊടുക്കാതിരുന്നിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ സപ്പോർട്ടും എപ്പോഴും ആ ഒരു പ്രൗഡിയും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഓണേഴ്സും നമ്മുടെ മാനേജ്മെന്റും നമ്മൾ ആ കൊടുത്ത കമ്മിറ്റ്മെന്റിന് തിരിച്ചൊന്നും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അവര് ഭയങ്കര ഹീറോയിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നല്ലോ, റെലഗേഷൻ നമ്മൾ എന്തായാലും ഫേസ് ചെയ്യില്ല, അത് ഈ സീസൺ സംഭവിക്കില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ അവരെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്ന തത്രപ്പാടിലാണ്. പുതിയ കോച്ചിനെ കൊണ്ടുവന്നു, ബാക്ക് റൂം സ്റ്റാഫിനെ കൊണ്ടുവരുന്നു, പീറ്റർ ഹാർട്ട്ലിനെ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരുന്നു, പുതിയ സൈനിങ്ങിനെ കൊണ്ടുവരുന്നു. എല്ലാം ഒരു ഡെസ്പറേറ്റ് അവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും ആ മത്സരം ഒന്ന് ജയിച്ച് കഷ്ടപ്പെട്ടൊന്ന് സർവൈവ് ചെയ്ത് തലയൊന്ന് ഉയർത്തിപ്പിടിക്കാമെന്നുള്ള ചിന്തയിലായിരിക്കും ഈ ഏമാമാര്. എന്തായാലും ഇവര് തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും റെലഗേഷൻ അവോയ്ഡ് ചെയ്താലും നമ്മൾ നമ്മുടെ പ്രതിഷേധം നിർത്തരുത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു തീരുമാനം ഫോം ചെയ്യണ്ട. നിങ്ങൾ തന്നെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെതിരെ എന്തെങ്കിലും അഭിപ്രായമുണ്ട്, മാനേജ്മെന്റിനെ വീണ്ടും നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എനിക്കും അറിയാൻ താല്പര്യമുണ്ട് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോഴും മാനേജ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. എന്റെ വീഡിയോയിൽ തന്നെ പലരും വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റിനെ കുറ്റം പറയുന്നതൊക്കെ. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലും വലിയ തെളിവുകളോ കാര്യങ്ങളോ
നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും തരണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കുറെ അലിഗേഷൻസ് വന്നിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ക്ലിയർ പ്രൂഫ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത് പലതും വിട്ടുകളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വളരെ ഓബ്വിയസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമ്മൾ അതെങ്ങനെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളത് ഞാൻ പറയുന്നില്ല, ചില വിഭാഗം മാത്രം, അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ഓഫ് ദ ഫാൻസ് ഇപ്പൊ റിയലൈസേഷൻ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, വിച്ച് ഇസ് എ ഗ്രേറ്റ് തിങ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫൈറ്റ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, ഇത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മാനേജ്മെന്റും ഓണർഷിപ്പും എന്തൊക്കെ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നാലും അവരെ അക്കൗണ്ടബിൾ ആക്കുക, അവരുടെ പോരായ്മകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക. അവരിങ്ങനത്തെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഫാൻസിന്റെ മുമ്പിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എക്സ്പോസ് ചെയ്യുക. ബിക്കോസ് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് ആൻഡ് ഈ ഇഷ്യൂവിന്റെ ഗ്രാവിറ്റി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഈ മത്സരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 5 കാര്യങ്ങൾ. എന്തായാലും BFC മാച്ചിന്റെ പ്രീവ്യൂ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിനു മുമ്പ് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ കുറിച്ച്. അത് ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും. കാരണം ഈ ഒരു മൈക്കിന്റെ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് ഞാൻ അതൊന്ന് ഡിലേ ആക്കി വെച്ചതായിരുന്നു. എന്തായാലും പറ്റുവാണെങ്കിൽ അടുത്ത മത്സരത്തിന് മുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇല്ലാതെ നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കാൻ എനിക്ക് നല്ല മടിയാണ്. പക്ഷെ എന്തായാലും ചെയ്യേണ്ട വീഡിയോസ് നമ്മൾ എന്തായാലും ചെയ്തിരിക്കും. പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ ഇപ്പൊ BFC അന്ന് നമ്മുടെ ക്യാമറ ശരിയായില്ലെങ്കിൽ നമ്മൾ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു സിമിലർ ഓഡിയോ ക്വാളിറ്റി വെച്ചുകൊണ്ട് തന്നെ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.